Hello friends, welcome back to my channel. ഇന്ന് ഈ ഗ്ലാസ് ബോട്ടിലാണ് വർക്ക് ചെയ്തെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനൊരു ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ അക്രിലിക് വെച്ചിട്ട്. അത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈ ആയതിനു ശേഷം അതിൻ്റെ പുറത്തേക്ക് നെക്സ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ചിലപ്പോൾ ഈ ചാനൽ കാണുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിലോ ക്രാഫ്റ്റും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബോട്ടിൽ ആർട്ടാണ്. ഞാനിവിടെ ഫ്ലഷ് ടിൻ കളറാണ് എടുത്തിരിക്കുന്നത്. ലൈറ്റ് കളേഴ്സ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. കാരണം നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് ഫേസ് ഡ്രോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് കളേഴ്സ് ഏത് വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. മറന്നു പോകാതെ ഒരു കാര്യം ഫസ്റ്റ് തന്നെ പറയട്ടെ. കഴിഞ്ഞ വീഡിയോയ്ക്ക്, അതായത് എൻ്റെ ലാസ്റ്റ് വീഡിയോയ്ക്ക് മിസ്ന ഖദീജ സ്റ്റാൻഡേർഡ് 6 എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഇട്ടിരുന്നു. മോൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ഹായ് പറയണേ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ മിസ്ന കുട്ടി ഹായ്. എനിക്ക് ഫസ്റ്റ് ടൈമാണ് മോളോ ഇങ്ങനെ ഒരു കമൻറ്റ് കിട്ടുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഹായ് മിസ്ന കുട്ടി, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ പെയിൻറ്റ് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ ഫേസ് വരച്ചു കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിൽ നിന്ന് ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റെൻസിൽ ഇമേജ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള ഇമേജസ് കിട്ടും. ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്ന, ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും ഇല്ലാത്ത, കുറച്ച് എളുപ്പമാണെന്ന് തോന്നുന്ന ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതുപോലെ ഒരു ഇമേജ് ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇതാണ് നമ്മൾ ബോട്ടിലിൻ്റെ പുറത്തേക്ക് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ബട്ടർ പേപ്പറിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാർബൺ പേപ്പറൊന്നും എൻ്റെ കയ്യിലില്ല. യെല്ലോ കാർബൺ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടാണ് ബോട്ടിലിലേക്ക് ഇതിനെ വരച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഫാസ്റ്റാക്കി കാണിക്കുകയാണ്. നല്ല പേഷ്യൻസ് വേണം ഇത് ചെയ്തെടുക്കാൻ. വരയ്ക്കാനൊന്നും അറിയണമെന്നില്ല, പക്ഷേ ഇത് ട്രേസ് ചെയ്യണമെങ്കിലും പെയിൻറ് ചെയ്യണമെങ്കിലും ഒക്കെ നല്ല പേഷ്യൻസ് വേണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ഒരു ഇമേജ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം. ഇപ്പം ഞാൻ പെൻ യൂസ് ചെയ്തിട്ടാണ് വരച്ചെടുത്തിരിക്കുന്നത്. അതായിരിക്കും പെൻസിലിനെക്കാട്ടിയും കുറച്ചുകൂടെ നല്ലത്. ഇനി ഞാനിവിടെ ഒരു CD മാർക്കർ യൂസ് ചെയ്തിട്ട് കുറച്ചുകൂടി ഒന്ന് തെളിച്ച് വരച്ചു കൊടുക്കുകയാണ്.
വേണമെങ്കിൽ ഡയറക്റ്റ് ബ്ലാക്ക് കളർ പെയിന്റ് വെച്ചിട്ട് വരച്ചെടുക്കാം. ചെറിയ ബ്രഷ് വെച്ചിട്ട്, അതായത് 000 00 ആയിട്ടുള്ള ചെറിയ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരച്ചെടുക്കാം. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവുമെന്നൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് ഞാനിവിടെ CD മാർക്കർ യൂസ് ചെയ്തിട്ട് ഒന്ന് വരച്ചെടുക്കുകയാണ്. ഇവിടെ നല്ല ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ കുറച്ചധികം ടൈം എടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പിക്കിൽ നോക്കിയിട്ട്, അതേ നമ്മൾ ട്രേസ് ചെയ്ത് നന്നായിട്ട് എല്ലാം തെളിഞ്ഞ് വരണമെന്നില്ലല്ലോ, അപ്പം നമ്മുടെ ആ പിക്കിൽ നോക്കിയിട്ട് നമുക്ക് കറക്ഷൻസ് ഒക്കെ വരുത്തിയിട്ട് വരച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എന്തായാലും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി തിന്നായിട്ടുള്ള, അതായത് 000 ബ്രഷ് വെച്ചിട്ട് ഞാനിവിടെ ഈ പാർട്ടൊക്കെ ഒന്ന് വരച്ചെടുക്കുകയാണ്. കുറച്ച് വൈഡായിട്ടുള്ള ഏരിയ കുറച്ചുകൂടി വലിയ ബ്രഷ് വെച്ചിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയാസൊക്കെ ഇതുപോലെ നാരോ ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മൊണാലിസ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ചും വരയ്ക്കാൻ അറിയാത്ത ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സാണ് വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ചിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ബോട്ടിൽ ആർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ബോട്ടിലിൻ്റെ നെക്ക് പാർട്ടിലും കൂടി ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും ചെയ്ത് ചളവാക്കുന്നില്ല. ഇപ്പോൾ ഒരു ക്ലാസ്സി ലുക്കൊക്കെ ഉണ്ട്, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിൽ ആർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.